ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തി വലിയൊരു സംഘർഷത്തിന് തുടക്കമിട്ട ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലും ലെബനോണിലും സിറിയയിലുമെല്ലാം ദുർബലരായ എതിരാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം വൻ ശക്തി എന്ന അഹങ്കാരത്തിൽ നടന്ന ഇസ്രയേലിനെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രഹരങ്ങളാണ് തിരിച്ചു കിട്ടുന്നത്. ഇറാനിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിൽ നിരവധി മിസൈലുകളാണ് വന്നു പതിക്കുന്നത്. വലിയ രീതിയിൽ ബങ്കർ സംവിധാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രയേൽ നിന്ന് കത്തുമായിരുന്നു. എത്രമാത്രം ആളുകൾ അവിടെ കൊല്ലപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അത്രയും ഗൗരവകരമാണ് ഇസ്രയേലിലെ സ്ഥിതി. ഇറാൻ ഒരു വലിയ രാഷ്ട്രമായതിനാൽ അവിടുത്തെ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് മാറാൻ വിദൂരമായ പ്രദേശങ്ങളുണ്ട്. എന്നാൽ കൊച്ചു രാജ്യമായ ഇസ്രയേലിന്റെ അവസ്ഥ അങ്ങനെയല്ല. അവിടേക്ക് മിസൈൽ വന്നാൽ അത് നാശം വിതയ്ക്കുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഏറെ അഭിമാനത്തോടെ വീമ്പ് പറഞ്ഞിരുന്ന അയൺ ഡോമിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ വന്ന് വീഴുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇറാൻ പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇക്കാര്യം ഇസ്രായേൽ സൈന്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് അവരുടെ വ്യോമ പ്രതിരോധത്തെ കുഴപ്പത്തിലാക്കുന്നത്. അയൺ ഡോം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പലയിടത്തും നാശമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇത്തരമൊരു വിശദീകരണം നൽകാൻ നിർബന്ധിതരായത്. ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം മാത്രം ഇത്തരം 10 മിസൈലുകളാണ് വന്നു വീണത്. നിരവധി പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വൻ കെട്ടിടങ്ങളും നിലംപൊത്തിയിട്ടുണ്ട്. ഇപ്പോഴും കനത്ത ആക്രമണം തന്നെ തുടരുകയാണ്. ഇസ്രയേലിലെ സൊറോക്ക ആശുപത്രിയും ടെല്ലവീവിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടവും ഇറാൻ ആക്രമിച്ചിരുന്നു. ഇതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തു. ഒരു ആശുപത്രി ആക്രമിക്കുക എന്നത് തീർച്ചയായും ഒരു യുദ്ധക്കുറ്റം തന്നെയാണ്. പക്ഷേ ഇറാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഇസ്രയേലിന് ഒരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. ഗാസയിലെ എത്രയെത്ര ആശുപത്രികളാണ് സംശയത്തിന്റെ പേരിൽ മാത്രം ഇസ്രയേൽ തകർത്ത് കളഞ്ഞത്. എത്ര കുഞ്ഞുങ്ങളും രോഗികളും അവിടെ മരിച്ചു വീണിട്ടുണ്ട്. ഗാസയിൽ ആകെ ഒരു ക്യാൻസർ ആശുപത്രി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലും ഒരു ദയവുമില്ലാതെ തകർത്തുകൊണ്ട് രോഗികളെ കൊന്നൊടുക്കിയ ഇസ്രയേൽ ഇപ്പോൾ ചെറിയൊരു തിരിച്ചടി കിട്ടിയപ്പോൾ ന്യായം പറയുകയാണ്. ഗാസയിൽ ഇത്തവണ ബലിപ്പെരുന്നാൾ സമയത്ത് പോലും ആശുപത്രിയിൽ ബോംബിട്ട് മാധ്യമ പ്രവർത്തകരെ പോലും കൊന്നവരാണ് ഇപ്പോൾ ഇറാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയുന്നത്. ഇത് കാലം കാത്തുവച്ചൊരു മറുപടിയാണ്. ഇത്തരം തിരിച്ചടികൾ ഇനിയും ഉണ്ടാകും. അതൊക്കെ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണ് ഇസ്രായേൽ എന്ന യുദ്ധത്തെ സ്നേഹിക്കുന്ന രാജ്യം. ഈ ശനിയാഴ്ച തുർക്കിയിലെ ഇസ്താംബുളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ യോഗത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കുന്നു. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാകും. അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയാൽ ഇറാനെ സഹായിക്കാൻ തങ്ങളും രംഗത്തിറങ്ങുമെന്ന നിലപാട് റഷ്യയും ചൈനയും സ്വീകരിച്ചതിനാൽ അമേരിക്കയിലും ഇപ്പോൾ കടുത്ത ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധത്തിന് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉള്ളവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്.